ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മൊഡ്യൂൾ 2-ലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ. 7 മാർക്കിന് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൂടാതെ 2 ഇത് ചോദിക്കും. എക്സ്പ്ലെയിൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ 7 മാർക്കിന് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന എന്താണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ, എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്, ദെൻ എന്താണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ എന്ത് ഡിസഡ്വാൻറ്റേജിന് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ദെൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇതിനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ? അതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതലും ഇൻഡസ്ട്രിയൽ ആൻഡ് കൺസ്യൂമർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ. കാരണം എന്തെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമാണ് നമുക്ക് റെക്കോർഡ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ടെമ്പറേച്ചർ ആവാം, ഹ്യൂമിഡിറ്റി ആവാം, ലൈറ്റ് സെൻസിറ്റിവിറ്റി ആവാം, വാട്ടർ ഫ്ലോ ആവാം, നമുക്ക് വേണ്ട ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. The output of the transducer has to be amplified so that it can be drive the indicator or display system. The function is performed by the instrumentation amplifier. അതായത് ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ നമ്മൾ ഇൻപുട്ട് സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. ആ ഇൻപുട്ട് സ്റ്റേജിൽ നമുക്ക് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇൻപുട്ട് സ്റ്റേജിൽ കൊടുക്കുന്നത്. ആ ഇൻപുട്ട് സ്റ്റേജ് ഒരു ട്രാൻസ്ഡ്യൂസറാണ്. ആ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് വഴി ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ ആണ്. ആ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ടിനെ അത് പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ്? ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ ആണ്. എന്നിട്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്തു, ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഇന്നതാണ്, ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യണം. ഔട്ട്പുട്ട് സ്റ്റേജിൽ അതിന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആരുടെ ഹെൽപ്പ് വേണം? ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ സ്റ്റേജിൻ്റെ ഹെൽപ്പ് വേണം. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന് ഗെയിൻ ആക്യുറസി കൂടുതലാണ്, ഹൈ CMRR ആണ്, ഹൈ ഗെയിൻ സ്റ്റെബിലിറ്റി ഉണ്ട്, വിത്ത് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അതുപോലെ ലോ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടുതലാണെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ലോ DC ഓഫ്സെറ്റ്, അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. നമുക്കിനി ആദ്യം ഇപ്പോൾ ഇതൊക്കെ ADG 521 ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ ആണ്. ഓക്കെ, നമുക്ക് ആദ്യം പഠിക്കേണ്ട ഒരു ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ എന്താണെന്നുള്ളതാണ്. ഇതാണ് ഒരു ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. നോക്കിക്കേ, ഇത് ശരിക്കും എന്താ? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തന്നെയല്ലേ. നമ്മൾ സൂപ്പർപൊസിഷൻ, നമ്മൾ സബ്ട്രാക്ടറൊക്കെ പഠിച്ചായിരുന്നു അല്ലേ? മൊഡ്യൂൾ 2-നകത്ത് സബ്ട്രാക്ടർ പഠിച്ചിരുന്നു. രണ്ടിലും 2 വോൾട്ടേജ് കൊടുത്ത് V1 V2, എന്നിട്ട് അതിന് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സൂപ്പർപൊസിഷൻ തിയറമൊക്കെ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണിത്. ഇതാണ് ശരിക്കും ഒരു ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ. ഓക്കെ, അപ്പം ഇതൊരു ബേസിക് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ ആണ്. ഇൻവെർട്ടിംഗ് ടെർമിനൽ V2 എന്നൊരു ഇൻപുട്ടും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ V1 എന്ന് പറഞ്ഞൊരു ഇൻപുട്ടും ഉണ്ട്. ആ 2 ബ്രാഞ്ചിലും ഓരോ റെസിസ്റ്റൻസ് വീതമുണ്ട്, R1 ഉം R3. പിന്നെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആയിട്ട് R2 ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഡിവൈഡ് ചെയ്തിട്ടാണ് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. R4 എന്ന് പറയുന്ന ഗ്രൗണ്ടിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാമല്ലോ. ഇതിന് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? സൂപ്പർപൊസിഷൻ തിയർ അപ്ലൈ ചെയ്യും അല്ലേ? സൂപ്പർപൊസിഷൻ തിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു ടെർമിനൽ എടുക്കും, ആദ്യം ഇൻവെർട്ടിങ്ങിലെ വോൾട്ടേജ് കണ്ടുപിടിക്കണം, ആ സമയം ഇതിനെ എന്ത് ചെയ്യണം? ഗ്രൗണ്ട് ചെയ്യണം. അടുത്തത് ഇത് കണ്ടുപിടിക്കണം, ആ സമയത്ത് ഇത് ഗ്രൗണ്ട് ചെയ്യണം. എന്നിട്ട് ഓരോന്നും എന്ത് ചെയ്യണം? ആഡ് ചെയ്ത ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്ന് ചുമ്മാ സൂപ്പർപൊസിഷൻ തിയർ എങ്ങനെയാണെന്നുള്ളത് പറയാം. ആദ്യം ഞാൻ ഈ ബ്രാഞ്ച് അങ്ങ് എടുക്കുകയെന്ന് വെച്ചോ. ഈ ബ്രാഞ്ച് എടുക്കുമ്പം ഈ ബ്രാഞ്ചിനെ ഞാൻ എന്ത് ചെയ്യണം? ഗ്രൗണ്ട് ചെയ്യണം. ഇപ്പം നിങ്ങൾ നോക്കി, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ടഡ് ആണ്, ഇൻവെർട്ടിംഗ് മാത്രമേ ഇൻപുട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും എന്ത് ആംപ്ലിഫയർ ആയിട്ട് മാറി? ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് മാറി. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ഇക്വേഷൻ എന്താണ്? -RF/R1 × V1 എന്നുള്ളതല്ലേ. ഇവിടെ RFൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കുന്നത്? R2 ആണ്. R1ൻ്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? R1 തന്നെ കിടപ്പുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് ആരാ കിടക്കുന്നത്? V2 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? -R2/R1 × V2. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? ഇതാ ഉണ്ടോ? -R2/R1 × V2 ഇക്വേഷൻ വന്നു. ഓക്കെ, അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ ഗ്രൗണ്ട് ചെയ്തു അല്ലേ? ഇതിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകാം. അപ്പോൾ ഇപ്പോൾ നോക്കിയത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റേ ടെർമിനൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തേക്കുക? ഗ്രൗണ്ട് ചെയ്തേക്കുക. അപ്പോൾ ഇതൊരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് മാറി. നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഇക്വേഷൻ എന്താ? 1 + RF/R1 × ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണത്? ഈ നോഡിലെ വോൾട്ടേജ് ആണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ? ഈ നോഡിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്നത് R4/R3 + R4 × ഇതിലേക്ക് വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് V1 വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. ഓക്കെ, അപ്പം എങ്ങനെ എഴുതാം? ഓക്കെ, അതുപോലെ തന്നെ ഒന്നുകൂടെ പറയാം. സെക്കൻഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുക്കുക ഇൻപുട്ട്, ഇതിനെ എന്ത് ചെയ്യുക? ഗ്രൗണ്ട് ചെയ്യുക.
അപ്പോൾ 1+RF/R1 ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് ആണല്ലോ. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഇൻപുട്ട് വോൾട്ടേജ്. ഈ പോയിന്റിലെ വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ. അപ്പോൾ -RF/R1. ഇവിടെ RFൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ് കിടക്കുന്നത്? R2 ആണ്. മൈനസ് വേണ്ട, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണല്ലോ അല്ലേ. അപ്പോൾ R2 ഡിവൈഡഡ് ബൈ R1 എന്ന് പറയുന്ന ആരാണ്? R1 എന്ന് പറയുന്നത് ഇത് തന്നെ അല്ലേ. R1 ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ പോയിന്റിലെ വോൾട്ടേജ് ആണ്. അപ്പോൾ R4 ഡിവൈഡ് ബൈ R3 + R4 ഇൻറ്റു അതിലേക്ക് വരുന്ന ടോട്ടൽ വോൾട്ടേജ് V1. കണ്ടോ ഇക്വേഷൻ ഇത്. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും മതി. അതിപ്പോൾ കോമൺ ആയിട്ട് -R2/R1 കോമൺ ആയിട്ട് പുറത്തോട്ട് അങ്ങ് എടുത്തിട്ട് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഔട്ട്പുട്ട് വോൾട്ടേജ് അങ്ങനെ എഴുതിയാലും മതി. ഇനി നമുക്ക് ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലോഡിങ് കൂടുതലായിരിക്കും. നമ്മളൊരു എന്താ, അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ഈ സർക്യൂട്ട് നോക്കുക. ഇതാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഞാൻ ആപ്ലിക്കേഷൻ എന്താണെന്നൊക്കെ ഒന്നുകൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ. ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. കണ്ടോ, 3 ഓപ്പാമിൻ്റെയാണ് എപ്പോഴും ചോദിക്കാറ് കേട്ടോ. എക്സ്പ്ലെയിൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ ജസ്റ്റ് ബേസിക് ഡയഗ്രവും എന്താണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ എന്ന ഡെഫിനേഷൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് എഴുതണം. ആപ്ലിക്കേഷൻ, ഫീച്ചേഴ്സ് ഇത്ര എഴുതിയാൽ മതി. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ അങ്ങനെ ഒരു എടുത്ത് ചോദിച്ചെങ്കിൽ മാത്രം ഇപ്പോൾ ആദ്യം പറഞ്ഞ സർക്യൂട്ടോടെ വരച്ച എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ എഴുതി ചേർത്താൽ മതി. ഓക്കെ, ഇതാണ് ശരിക്കും നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇതുണ്ട് 3 ഓപ്പാമ്പ് ഉണ്ടോ, A1, A2, A3. 3 ഓപ്പാമ്പുണ്ട്. ഓപ്പാമ്പ് A1ൻ്റെ ഇൻപുട്ടിൽ V1 എന്ന് പറഞ്ഞ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. A2ന് V2 എന്ന് പറഞ്ഞ് ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം 2 നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടിംഗ് ടെർമിനൽ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? കണ്ട്, ഇൻവെർട്ടിംഗ് ടെർമിനൽ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് R1' ഔട്ട്പുട്ടിലേക്ക് പോകുന്നു. അപ്പം ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജും V2 എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ V2നും V1നും ഇടയ്ക്ക് റെസിസ്റ്റൻസ് R ഇരിപ്പുണ്ട്. അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പാമ്പ് A2ന് ഇൻവെർട്ടിങ്ങിലെ വോൾട്ടേജ് V1 ആയിട്ടും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പാമ്പ് A2ൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നിന്ന് R' വഴി എന്താ ഔട്ട്പുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഔട്ട്പുട്ടിനെ കാണിച്ചിരിക്കുന്നത് V1'. അപ്പോൾ ഓപ്പാമ്പ് A1ൻ്റെ ഔട്ട്പുട്ടിനെ V2' എന്നും ഓപ്പാമ്പ് A2ൻ്റെ ഔട്ട്പുട്ടിനെ V1' എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പാമ്പ് A1ൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് V2 ആയിട്ടും. അപ്പോൾ ഓപ്പാമ്പിന് 2 ഇൻപുട്ടാണുള്ളത്, V1 ഉണ്ട് V2 ഉണ്ട്. A1നും 2 ഇൻപുട്ടാണ്, A2നും ഇൻപുട്ട് ഏതൊക്കെയാണ്? V1ഉം V2. രണ്ടിൻ്റെ ഇൻപുട്ട് എന്ത് തന്നെയാണ്? V1ഉം V2 തന്നെയാണ്. ഇനി ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഈ V1 V2 എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് ഒപ്പം A1ൻ്റെയും A2ൻ്റെ ഇൻപുട്ട് 0 ആണെന്ന് വിചാരിക്കുക. V1 - V2 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഈ റെസിസ്റ്റർ Rൽ കൂടെ എന്ത് ചെയ്യത്തില്ല? കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. R കൂടി R1' കൂടെ ഒന്നും എന്ത് ചെയ്യത്തില്ല? R1 അല്ല R' കൂടെ ഒന്നും കറണ്ട് എന്ത് ചെയ്യത്തില്ല? ഫ്ലോ ചെയ്യത്തില്ല. ഇനി V1ഉം V2ഉം ഡിഫറൻ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ R കൂടെയും R' കൂടെയൊക്കെ എന്ത് ചെയ്യുള്ളൂ? കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അതെല്ലാം എവിടെ ചെല്ലും? ഓപ്പാമ്പ് A3ലേക്കാണ് ചെല്ലുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഓപ്പാമ്പ് A3യുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V0 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഇവിടെ കണ്ടോ, ഓപ്പാമ്പ് A3യുടെ ഇൻപുട്ടായിട്ട് VA ഉണ്ട്, VB ഉണ്ട്, 2 ഇൻപുട്ട്സ് R1 ഉണ്ട്, റെസിസ്റ്റൻസ് ഇവിടെ R2 ആയിട്ട് വോൾട്ടേജ് ഡിവൈഡർ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അവിടെ വോൾട്ടേജ് ഡിവൈഡർ സൂപ്പർ പൊസിഷൻ തിയറം ഒക്കെ അപ്ലൈ ചെയ്ത് ഇവിടെ V0 കണ്ടുപിടിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് നമുക്ക് പോകാം. കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ തന്നെ ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് എന്താ? ഇത് ഓപ്പാമ്പ് A1 ആൻഡ് A2 ഹാവ് ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് 0, ദാറ്റ് ഈസ് V1 = V2 ആണെങ്കിൽ നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദി റെസിസ്റ്റർ R ആൻഡ് R'. ഞാൻ പറഞ്ഞില്ലേ V1ഉം V2ഉം ഈക്വൽ ആണ്. V1 - V2, അതായത് ഓപ്പാമ്പ് A1ൻ്റെ ഇൻപുട്ടും V1ഉം V2 ആണ്, ഓപ്പാമ്പ് A2ൻ്റെ ഇൻപുട്ടും V1ഉം V2 ആണ്. അത് 0 ആണെങ്കിൽ, ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യത്തില്ല. അത് 0 അല്ലാത്ത കേസുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് 0 ആണെങ്കിൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ഫോളോവറായിട്ട് എപ്പോഴും ആക്ട് ചെയ്യുന്നത്. ആ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഇപ്പോൾ ഓപ്പാമ്പ് A2ന് ഇൻപുട്ടിൽ എന്താണോ V2 എന്താണോ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും V1' എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പാമ്പ് A1ൻ്റെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഏതാ? V1 അല്ലേ. V1 എന്താണോ അത് തന്നെയായിരിക്കും ഓപ്പാമ്പ് A1ൻ്റെ ഔട്ട്പുട്ടായ V2'. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എന്താ? വോൾട്ടേജ് അറ്റ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഓഫ് A3യിലെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിച്ചിരിക്കുക. കണ്ടോ, V1' ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 + R2. ഇതെങ്ങനെയാണ് വന്നേ? ഈ ഫിഗറിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ത് ചെയ്യണം? നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ സൂപ്പർ പൊസിഷനിൽ പഠിച്ചേ. അപ്പം നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുമ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് മാറി. അപ്പോൾ എന്താണ്? 1+RF/R1 ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് ഇവിടെ ആരാ? VA ആണ്. VA എന്ന് പറഞ്ഞാൽ എന്താണ്? R2 + R1 ഡിവൈഡ് ബൈ
R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു അതിലേക്ക് വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആരാ V1 ഡാഷ് അവിടെ അല്ലേ, V1 ഡാഷ് ആണ് ഇതല്ലേ. R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു ഇതിലേക്ക് വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് V1 ഡാഷ് ആണ്. ഓക്കെ, അപ്പോൾ 1 പ്ലസ് RFൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കുന്നത്, R2 ആണ്. 1 പ്ലസ് R2 ബൈ R1ൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ, R1 തന്നെയാണ്. ഇൻറ്റു പിന്നെ ഇത് എഴുതണം അല്ലേ, R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു V1 ഡാഷ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ VA ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് അടുത്ത് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്തിട്ട് അടുത്ത് നമ്മൾ ആരെയാണ് കണ്ടുപിടിക്കുന്നത്, ഇതിൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഇൻവെർട്ടിങ്ങിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആരെ ഗ്രൗണ്ട് ചെയ്യണം, മറ്റതിനെ എന്ത് ചെയ്യണം, ഗ്രൗണ്ട് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനെ ഗ്രൗണ്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഇൻവെർട്ടിംഗ് ആയിട്ട് മാറി. അപ്പം -RF ബൈ R1 ഇൻറ്റു V1 എന്ന ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ, RFൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ് കിടക്കുന്നത്, R2 ആണ്. അപ്പോൾ -R2 ബൈ R1ൻ്റെ സ്ഥാനത്ത് ഇവിടെ R1 തന്നെയാണ്. ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ ആരാണ്, V2 ഡാഷ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ബ്രാഞ്ചിലെ വോൾട്ടേജ് കണ്ടുപിടിച്ചു. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടി, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി. ഓക്കെ, ഈ ഡെറിവേഷനിലേക്ക് നോക്കിയോ, കണ്ടോ, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VOA പ്ലസ് VOB ആണ്. ഇപ്പോൾ VOA എന്താ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു, VOB ഇത് ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു -R2 ഡിവൈഡ് ബൈ R1 ഇൻറ്റു V2 ഡാഷ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അത് രണ്ടും കൂടെ ആഡ് ചെയ്യും. ഇപ്പോൾ VOAയും VOB എന്താണെന്ന് ഒന്നിനെടുത്ത് എഴുതിയിട്ടുണ്ട്. ഇൻവെർട്ടിങ്ങിലെ വോൾട്ടേജ് നോൺ ഇൻവെർട്ടിങ്ങിലെ വോൾട്ടേജും ആണ് VOAയും VOBയും. ഓക്കെ, VOB എന്ന് പറയുന്നത് ഇൻവെർട്ടിങ്ങിലെയും VOA എന്ന് പറയുന്നത് നോൺ ഇൻവെർട്ടിങ്ങിലെയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നുണ്ടോ, ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, കണ്ടോ. അപ്പോൾ V0 = R2 ബൈ R1 ഇൻറ്റു V1 ഡാഷ് മൈനസ് V2 ഡാഷ് എന്ന് പറഞ്ഞ് ഇക്വേഷൻ നമ്പർ 1 വരും. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്, ഇൻപുട്ട് വോൾട്ടേജ് V1 ഉം V2 ഉം ഈക്വൽ ആണ്. ആ സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചേ. ഇനി നമ്മൾ ഈ V1 ഉം V2 ഈക്വൽ അല്ലെങ്കിൽ എന്താ, അതിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും എന്നല്ലേ പറഞ്ഞേ. ഓപ്പാമിൻ്റെ ഇൻപുട്ടുകൾ 0 അല്ലെങ്കിൽ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. R കൂടെയും R ഡാഷിൽ കൂടെയൊക്കെ എന്തുണ്ടാവും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പം നമ്മളിനി അതനുസരിച്ചുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, ഇനി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ V1 ഡാഷിന് ഇക്വേഷൻ മാറും. V1 ഡാഷ് എന്ന് പറയുന്നത് IR ഡാഷ് പ്ലസ് V1 ആയി മാറും. ഓക്കെ, അപ്പം IR ഡാഷ് പ്ലസ് V1 ആയി മാറും എന്ന് പറഞ്ഞല്ലോ. അതെ, ഇത് കണ്ട് ഇതിൽ കൂടെ ഒരു കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ, കാണാൻ മേലാത്തതുകൊണ്ടാണ്. അപ്പോൾ IR ഡാഷ്, I എന്ന് പറഞ്ഞാൽ ഏതാ, ഈ കറണ്ടാണ്, ഈ റെസിസ്റ്റർ ആറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അതായത് I എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, V2നും V1 അക്രോസ് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ത്രൂ ദ റെസിസ്റ്റൻസ് R. അപ്പോൾ Iയുടെ ഇക്വേഷൻ എന്താ, V2 മൈനസ് V1 ഡിവൈഡ് ബൈ R എന്ന് എനിക്ക് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ആ കറണ്ട് ആണ് ഈ റെസിസ്റ്റർ R ഡാഷിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നത്, ആറിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നു, R ഡാഷിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നു. ഇവിടുത്തെ വോൾട്ടേജ് ഏതാ, V1 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ IR ഡാഷ് പ്ലസ് V1 എന്ന് പറഞ്ഞ് വന്നത്. ഓക്കെ, അതാണ് ഈ കറണ്ട്. ഇനി ഇവിടെ ഒരു കറണ്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അത് -IR ഡാഷ്, ഇവിടുത്തെ വോൾട്ടേജ് ആരാ, V2 ആണ്, പ്ലസ് V2. ഇതാണ് എന്ത്, അവിടുത്തെ ഇക്വേഷൻ വരുന്നത്. ഇവിടുത്തെ ഇക്വേഷൻ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ V1 ഡാഷിൻ്റെയും V2 ഡാഷിൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ V1 ഡാഷിൻ്റെയും V2 ഡാഷിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിലാണ് നമ്മൾ മറ്റു രീതിയിൽ കണ്ടുപിടിച്ച് വെച്ചത്. V1 ഡാഷ് എന്താ, V2 ഡാഷ് എന്താണെന്ന് പറഞ്ഞത്. വോൾട്ടേജ് ഫോളോവറാണ്. V1 കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഇൻപുട്ട് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, V1 ഡാഷും V2 ഡാഷും കിട്ടി. ഇനി ഇവിടെ മേളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇക്വേഷൻ നമ്പർ 1 ഈ V1 ഡാഷും V2 ഡാഷും അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് വരും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ R2 ബൈ R1 2R ഡാഷ് ബൈ R പ്ലസ് 1 ഇൻറ്റു V1 മൈനസ് V2 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ വരെ ഡെറൈവ് ചെയ്ത് വെച്ചാൽ മതി. 7 മാർക്കിൻ്റെ ഒരു ആൻസറാണിത് കേട്ടോ.